ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 4 മണിക്കൂർ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ജാർ എടുത്ത് അതിലേക്ക് 2 പിടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവാൻ പാടില്ല കേട്ടോ. ഇത്ര ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കുറുക്കിയെടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചൊന്നിങ്ങനെ കുറുകി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. അതിൻ്റെ ബ്രൗൺ പാർട്ടൊന്നും ഇല്ലാണ്ട് നല്ല വെളുത്ത ഒരു പോർഷൻ മാത്രം ചിരകിയെടുത്തതാണ്. ഇതിൽ ഞാനിപ്പോൾ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരി അളന്ന ഗ്ലാസ്സിൽ തന്നെയാണ് ഈ തേങ്ങയും അളന്നെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കി 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ സാധാ ഈസ്റ്റ് എടുത്ത് അതൊരു 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് അതൊന്ന് ഇളക്കി അതൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 3/4 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടീസ്പൂണ് താഴെ ഇട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ഏലക്ക അതിൽ നിന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ദേ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വലിയൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച കുറുക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പച്ചരി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/4 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ 3/4 കപ്പാണ് എടുത്തത്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണത്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ച ആ കുറുക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി പോവരുത്. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ദേ ഇതും നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ഒഴിച്ച് വെച്ച ബൗളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ദേ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം കൂടി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുക. ഇനിയിപ്പോൾ മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇത്ര 1 കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല മധുരം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു മൂടിക വെച്ച് ഇത് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ദേ ഒരു 3.5 മണിക്കൂറായിപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ഇത് നല്ലതുപോലെ പെട്ടെന്ന് പൊന്തി വരും. തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇത് ഒന്ന് പൊന്തി വരാൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് കോരി ഒഴിക്കാനായിട്ട് ഒരു 2-3 പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ നന്നായിട്ട് ഒരു ബ്രഷ് എടുത്ത് തടവാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗം ഇത് നിറച്ചാൽ മതി. ബാക്കി അത് പൊന്തി വന്നോളൂ. ഞാനിപ്പോൾ ഇവിടെ 2.5 തവിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്ലേറ്റിനനുസരിച്ചിരിക്കും എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ.
അങ്ങനെ ലാസ്റ്റത്തെ പ്ലേറ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ ഞാനിവിടെ 3 തട്ടായിട്ടാണ് വെച്ച് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നത്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ച് ഇത് വിടിയിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് 5 വട്ടയപ്പാണ് കിട്ടിയേക്കണേ. അതപ്പോൾ ഓരോരുത്തരുടെ പാത്രത്തിനനുസരിച്ച് എണ്ണം കുറയും കൂടുകയും ചെയ്യും. ഇപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെരുന്നാളൊക്കെയാണ് വരണേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ വട്ടയപ്പൊക്കെ വാങ്ങാണ്ട് ഉണ്ടാക്കി കഴിക്കുക. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് വട്ടയപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെ, ബീഫിൻ്റെ കൂടെ, മീൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ബെസ്റ്റ് സൂപ്പർ ടേസ്റ്റ് സാധനമാണ്. ഇത് വെറുതെയും കഴിക്കാം, കറിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.